കർഷകനെ കണ്ണീരിലാഴ്ത്തിയ കടത്തുകാരനാക്കിയ കുറച്ച് വിളകളെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് വാനില. ഈ പനയുടെ മുകളിൽ മാല പോലെ കിടക്കുന്നതാണ് വാനില. അടുത്ത പറമ്പിൽ ഏക്കർ കണക്കിന് വാനിലത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കിലോയ്ക്ക് 1250 രൂപ വരെ ഉണങ്ങിക്കൊടുത്താൽ വില കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് വിലയിടിഞ്ഞു, കേടുവന്നു, വ്യാപകമായ കൃഷി നഷ്ടപ്പെട്ടു. അന്ന് അതിൻ്റെ തല കൊടുത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചവരുണ്ട്. 2 വർഷമായപ്പോഴത്തേനും ആ കൃഷി പാടെ തകർന്നു. ഇപ്പോൾ വാനില കൃഷിയില്ല. മറ്റ് പറമ്പിൽ നിന്നൊരു ഇതാണ് കൊടപ്പന. മുകളിൽ പോയ കൊടപ്പന കണ്ടില്ലേ? കൊടപ്പന എന്ന് പറയുന്നത് ഇതിൻ്റെ ഓല പെരവ് കെട്ടിമേയാനും മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. ഓലക്കുട ഉണ്ടാക്കാനും ഇതിപ്പോൾ ആർക്കും ഇതിൻ്റെ ആവശ്യമില്ല. കരിമ്പന ആയിരുന്നു ഓലക്കുട ഉണ്ടാക്കാനായിട്ട്. ഇത് കുടപ്പനയാണ്. ഇത് കള്ളുപന, ചൂണ്ടപ്പന എന്നാണ് പേര്. പണ്ട് ചെത്തുതൊഴിലാളികളുടെ രക്ഷകനായിരുന്നു. ചെത്തുതൊഴിലാളികൾ ജീവിച്ചിരുന്നത് ഈ പന ചെത്തിയാണ്. ഇപ്പോൾ ചെത്തുകാരില്ല, കള്ള് വിൽക്കുന്നില്ല. പറമ്പിൽ മുഴുവൻ ഇതിൻ്റെ തൈ വീണ് കിളുത്ത് നാശമാകുന്നതല്ലാണ്ട് പന കൊണ്ട് പ്രയോജനമില്ലെന്നായി. കുടപ്പന നേരത്തെ വെട്ടിക്കളഞ്ഞു, റബ്ബർ വെച്ചു. ഇവനാണ് കണ്ണീരിലാഴ്ത്തിയ ഒന്നാമൻ. മറ്റ് കാർഷിക വിളകളിലെക്കാട്ടിലും ലാഭം നാണ്യവിളകളാണെന്നുള്ള പ്രചരണവും നടത്തി സബ്സിഡി കൊടുത്ത് റബ്ബർ ബോർഡ് രൂപീകരിച്ച് റബ്ബർ കർഷകൻ്റെ രക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് റബ്ബർ. ഇന്ന് വെട്ടാൻ തൊഴിലാളികളെ കിട്ടുന്നില്ല. ഏതാനും കുത്തക റബ്ബർ കമ്പനി മുതലാളിമാർ റബ്ബറിൻ്റെ വില നിശ്ചയിക്കുന്നു. അവർ മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുമെല്ലാം റബ്ബർ 150-നും 165-നും രൂപയ്ക്ക് ഇറക്കുമതി ചെയ്ത് ഇവിടെ വരുമ്പോൾ 300 രൂപയാകും. എന്നാലും ഇവിടുത്തെ കർഷകരിൽ നിന്ന് നല്ല വില കൊടുത്ത് റബ്ബർ എടുക്കാറില്ല. ഇവർ ചെയ്യുന്നത് ഇറക്കുമതി ചെയ്യാൻ ലൈസൻസ് എടുത്തിട്ട് വില ഇടിച്ച് കർഷകരെ കണ്ണീരിലാഴ്ത്തി ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തേയില. പണ്ട് തേയില ബോർഡുണ്ടായിരുന്നു. തേയില കൃഷി ലാഭകരമായിരുന്നു. ഇന്ന് തേയില നുള്ളാനും കൊളുന്തെടുക്കാനും ഒക്കെ നഷ്ടമാണ്. വ്യാപകമായ തേയിലത്തോട്ടങ്ങൾ അടച്ചു പൂട്ടിയിരുന്നു. ബോണക്കാട് എസ്റ്റേറ്റൊക്കെ തേയില നഷ്ടമായതുകൊണ്ട് അടച്ചു പൂട്ടപ്പെട്ട കമ്പനികളാണ്. തേയിലയും കർഷകനെ കണ്ണീരിലാഴ്ത്തിയ മറ്റൊരു നാണ്യവിള ആണ്. കാപ്പി ആണ് മറ്റ് ഒരു കൃഷി. ഇപ്പം കാപ്പിക്ക് വിലയുണ്ട്, കാപ്പിക്കുരുവിന് വിലയുണ്ടായിരിക്കാം. പക്ഷേ പറിക്കാൻ ആളിനെ കിട്ടാറില്ല, വിളവ് സംഭരിക്കാൻ ആളിനെ കിട്ടാറില്ല. വളമിട്ട് ഇത് മുതലാക്കിയെടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് കർഷകർ കാപ്പി കൃഷി വ്യാപകമായിട്ട് നടത്തുന്നില്ല. കോഫി ബോട്ടൊക്കെ ഉണ്ടെങ്കിലും കർഷകരുടെ രക്ഷയിൽ ആരും നമ്മളുടെ തേയില, വീട്ടിലെ ആവശ്യത്തിന് തേയില കിട്ടിക്കൊണ്ടിരുന്ന് വിളവെടുക്കാറില്ല. അതുകൊണ്ട് തേയില കൃഷിയും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. തേയില ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഇവയെല്ലാം വളർന്ന് ആർക്കും വേണ്ടാതെ കിടക്കുന്ന സ്ഥലത്തൂടെയാണ് നമ്മളുടെ യാത്ര. കാർഷിക വിളകൾ, കണ്ണീരിലാഴ്ത്തിയ കാർഷിക വിളകൾ തേടിയുള്ള യാത്ര. കർഷകൻ കടക്കണിയിലാണ്. വളത്തിന് വില വർദ്ധിച്ചു, തൊഴിലാളികളുടെ കൂലി കൂട്ടി, തൊഴിലാളികളെ കിട്ടാനില്ല. ബാങ്കുകൾ ജപ്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവസം പ്രതി ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോകുന്നു. രാഷ്ട്രീയ പാർട്ടികളൊന്നും കർഷക രക്ഷയെക്കുറിച്ച് പ്രസംഗമല്ലാതെ മറ്റൊന്നും ചെയ്യാറില്ല. പൈനാപ്പിൾ, ഇവ വെളിയിൽ നിന്നുള്ളവർ വ്യാപകമായിട്ട് കൃഷി ചെയ്ത് രാസവളം ഇട്ട് അതിന് കെമിക്കലെല്ലാം തളിച്ച് ഹോർമോണുകളും തളിച്ച് ഇവയെ ഒരു പ്രത്യേക സമയത്ത് ആദായം എടുത്ത് കൊണ്ടുപോകുകയല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഇവയ്ക്ക് കാര്യമായ പരിചരണമോ ഒന്നും ലഭിക്കാറില്ല. പിന്നെ തോട്ടങ്ങളിപ്പം റബ്ബർ തോട്ടങ്ങൾ വെട്ടി പൈനാപ്പിൾ കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അതും കർഷകന് കാര്യമായ വരുമാനമൊന്നും ഇതിൽ നിന്ന് ലഭിക്കാറില്ല. വൃത്തികേട് കൊണ്ട് അവർ കൃഷി തുടരുന്നെന്ന് മാത്രം. ഇനി നമ്മൾ അടുത്തത് പോകുന്നത്
കർഷകരെ ദുരിതത്തിലാക്കിയ മറ്റൊരു വിളയാണ് കശുവണ്ടി. ഒരു കശുമാവിൻ്റെ ചുവട്ടിലോട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ കശുമാവുണ്ടായിരുന്നു ഈ സ്ഥലത്തൊക്കെ. ആ കശുമാവ് എല്ലാം ഇന്ന് കേടുവന്ന് നശിച്ചു പോയിരിക്കുന്നു. കശുമാവിൻ്റെ കുറ്റികൾ അവിടെ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. 1-2 എണ്ണം പേരിന് മാത്രം അവശേഷിച്ചാൽ അപ്പോൾ എൻഡോസൾഫാൻ പോലെ വിഷം അടിക്കാത്തത് കൊണ്ട് അവ ലാഭകരമായിട്ട് പോകുന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചിലപ്പം സീസണലായിട്ട് പൂത്ത് കായ്ച്ചാലും കശുവണ്ടി വൃത്തികേടായിട്ട് കറുത്ത് പൂപ്പൽ പിടിച്ചതുപോലെ ആരും എടുക്കാൻ മേലാത്ത അവസ്ഥയിലോട്ട് പോവുകയുള്ളൂ. ഇതൊരു കശുമാവാണ്. ഇത് കശുമാവിൻ്റെ തടിയാണ്. ഇത് ഈ വർഷം ഒന്നും കായ്ച്ച ലക്ഷണമില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് കാ കിട്ടേണ്ടതാണ്. കാ കിട്ടിയാൽ മാത്രമേ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലത്തെ പരിപ്പ് കറുത്തിരിക്കും. ആർക്കും വേണ്ട എന്നുള്ളതാണ്. കർഷകൻ ഈ കാടുമെല്ലാം വെട്ടിച്ച് ലാഭകരമായിട്ട് പറമ്പ് സംരക്ഷിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. നികുതികൾ കൂട്ടി കൊടുക്കുക എന്നല്ലാതെ റബ്ബറോ തേയിലയോ കാപ്പിയോ കുരുമുളകോ കൊക്കോയോ ഒന്നും തെങ്ങും ലാഭകരമായിട്ട് കൃഷി ചെയ്യാറില്ല. കർഷകനെ കണ്ണീരിലാഴ്ത്തിയ മറ്റൊരു ഇതാണ് തെങ്ങ് കൃഷി. തെങ്ങ് ആൾക്കാർ കൃഷി ചെയ്ത് കേരം എന്നുള്ള പേര് കേരളത്തിന്, കേരം തിങ്ങിയ നാട് കേരളം ആയതാണ് എന്ന് പേരുണ്ട്. നമ്മൾ അഭിമാനപൂർവ്വം പറയും കേരം തിങ്ങിയ നാടെന്ന്. അപ്പോൾ കേരം കണി കാണാൻ കിട്ടുന്നില്ല. കാരണം കേരത്തിനെ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾ, അതുപോലെ തന്നെ ചെമ്പൻചെല്ലി, കൊമ്പൻചെല്ലി ഇങ്ങനെയുള്ള കീടങ്ങൾ, അവ ചെമ്പൻചെല്ലി വന്ന് തണ്ട് തുരന്ന് വണ്ടായിട്ട്, കൊമ്പൻചെല്ലി വന്ന് തുരന്ന് വണ്ടായിട്ട് പറന്നു പോകും. ആ തുരന്ന വണ്ടിൽ ചെമ്പൻചെല്ലി കൂട് വെച്ച് അതിനെ കാർന്ന് നിന്ന് നശിപ്പിക്കും. പിന്നെ കർഷകനെ മോഹിപ്പിച്ചിപ്പം വിലയുണ്ടെങ്കിലും ആൾക്കാർക്ക് പ്രയോജനമില്ലാത്തൊരു കൃഷിയാണ് കൊക്കോ. ഈ കാണുന്ന കൊക്കോക്കായെല്ലാം വിളയുന്നതിന് മുമ്പ് പിഞ്ചായിരിക്കുമ്പോൾ അവയെല്ലാം തിന്ന് നശിപ്പിക്കുകയാണ്. അണ്ണാർക്കണ്ണനും എലിയും ഇവയെല്ലാം തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ട് കർഷകന് കൊക്കോ കൃഷിയും ലാഭകരമല്ല. ഇതാ തിന്ന് നശിപ്പിച്ച കൊക്കോക്കായകൾ. ഇങ്ങനെ കർഷകന് ആദായകരമല്ലാതെ കൃഷി അവർ കണ്ണീരിലാണ് മുങ്ങി കിടക്കാൻ കാരണം ഇത്തരം കൃഷി രീതികളാണ്. കർഷകരക്ഷ പേരിൽ മാത്രം അവശേഷിക്കുന്നു. ചെമ്പൻചെല്ലിയും കൊമ്പൻചെല്ലിയും കൂടി നശിപ്പിച്ച തെങ്ങുകൾ കാണാം.